നമസ്കാരം. സിനിമാ ലോകത്ത് ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ വർഷങ്ങൾക്ക് ഇപ്പുറം തന്നെ തിരിച്ചു വന്ന് ചോദ്യം ചെയ്യുന്ന ഒരു കാലമാണിത്. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി, ഗീതു മോഹൻദാസ്, മറ്റൊരു വശത്ത് യാഷ് നായകനായ ടോക്സിക് എന്ന സിനിമയും അതിൻ്റെ ടീസറും തന്നെയാണ്. ദേശീയ അവാർഡ് നേടിയ സംവിധായിക ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് ടോക്സിക്. ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ അതിലെ ഒരു പ്രത്യേക ദൃശ്യം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. യാഷിൻ്റെ കഥാപാത്രവും ഒരു സ്ത്രീയും ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയായിരുന്നു അത്. സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ ആരോപിക്കുന്നുണ്ട്. ഇവിടെ ചർച്ച ശക്തമായത് ടീസറിലെ ദൃശ്യങ്ങൾ കൊണ്ട് മാത്രമല്ല. കാരണം ഇതേ ഗീതു മോഹൻദാസ് മുൻപ് മമ്മൂട്ടിയുടെ കസബ എന്ന സിനിമയെ ശക്തമായി വിമർശിച്ച് വ്യക്തി തന്നെയായിരുന്നു. അന്ന് സ്ത്രീകളെ അപമാനിക്കുന്ന സംഭാഷണങ്ങളും ദൃശ്യങ്ങളും സിനിമയുടെ പേരിൽ ന്യായീകരിച്ചായിരുന്നു ഗീതു മോഹൻദാസ് തൻ്റെ നിലപാടുകൾ സ്വീകരിച്ചത്. ആ വിമർശനം മലയാള സിനിമയിലെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടോക്സിക് ടീസറിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയ ചോദിക്കുകയാണ് ഇതാണ്: അന്ന് കസബ ഒബ്ജക്റ്റിഫിക്കേഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് ടോക്സിക് കാണുന്നത് എന്താണ്? അന്ന് മമ്മൂട്ടി വിമർശിച്ച മാനദണ്ഡങ്ങൾ ഇന്ന് എന്തുകൊണ്ട് ബാധിക്കുന്നില്ല? അതാണ് ഇപ്പോഴത്തെ ചർച്ചയുടെ ഹൃദയം. മമ്മൂട്ടി ആരാധകരും ഒരു വിഭാഗം സിനിമാ പ്രേക്ഷകരും ഗീതുവിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. ഡബിൾ സ്റ്റാൻഡേർഡ്, സെലക്റ്റീവ് ഫെമിനിസം, കൺവീനിയൻസ് ബേസ്ഡ് ക്രിറ്റിസിസം എന്നിവയാണ് പ്രധാന ആരോപണങ്ങൾ. അതേസമയം മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് ഒരു ടീസറിലെ ചില സെക്കൻഡുകൾ മാത്രം കണ്ടു ഒരു മുഴുവൻ സിനിമയെ വിലയിരുത്തുന്നത് ശരിയല്ല എന്നാണ്. വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഗീതു മോഹൻദാസ് വ്യക്തമാക്കിയത് സിനിമ ഒരു കലാരൂപമാണെന്നും ഒരു കഥാപാത്രത്തിൻ്റെ നെഗറ്റീവ് സ്വഭാവങ്ങൾ അവതരിപ്പിക്കുന്നത് ഒബ്ജക്റ്റിഫിക്കേഷൻ, അവഗണനയും എന്നുമാണ് പറയുന്നത്. എല്ലാ അഭിപ്രായങ്ങളും ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയില്ല എന്നും അവൾ സൂചിപ്പിച്ചു. ഇതോടെ ഒരു വലിയ ചോദ്യം വീണ്ടും ഉയർന്നു: സിനിമയിൽ സ്ത്രീകളെ അവതരിപ്പിക്കുമ്പോൾ നിലപാടുകൾ ഒരുപോലെയാക്കണമോ? അല്ലെങ്കിൽ സംവിധായകൻ, അഭിനേതാവ്, രാഷ്ട്രീയം ഇതെല്ലാം അനുസരിച്ചാണോ നമ്മുടെ പ്രകൃതികൾ മാറുന്നത്? ടോക്സിക് സിനിമ പുറത്തിറങ്ങുമ്പോൾ ഈ ചർച്ചകൾ കൂടുതൽ ശക്തമാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: സിനിമയെ മാത്രം കാണാൻ ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്.